ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിലാണ് ഇപ്പോൾ പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. അജ്മൽ, വിവരങ്ങൾ. അമൽ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി അദ്ദേഹത്തിന്റെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 6 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. പോലീസിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിട്ടത് 6ാം പ്രതിയായിട്ടുള്ള കിരണിനെയും 7ാം പ്രതിയായിട്ടുള്ള അനിൽകുമാറിനെയും 8ാം പ്രതി ഷഫീഖിനെയും 9ാം പ്രതി ഹരീഷ് കുമാറിനെയും 10ാം പ്രതി ദിനീതിനെയുമാണ്. ഈ 6 പേരെയുമാണ് ഇപ്പോൾ ഈ 5 പേരെയുമാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിനായി ഈ ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. അന്ന് ഈ ആക്രമണം ഉണ്ടായ സംഭവത്തെ തുടർന്ന് പോലീസ് എടുത്ത കേസിലെ ആദ്യത്തെ 5 പ്രതികളെ നേരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവരെയും ഇതേ മാതൃകയിൽ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും കണ്ടെത്തലുകളിലേക്കും കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഏകദേശം ഏരിയ കമ്മിറ്റി വരെയുള്ള പ്രവർത്തകരാണ്, CPM പ്രവർത്തകരാണ് അറസ്റ്റിലായിട്ടുള്ളത്. നിലവിൽ 26 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളതെങ്കിലും പോലീസ് 46 പേരെ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 46 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരിലേക്ക് കൂടുതൽ അന്വേഷണം എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ചോദ്യം ചെയ്യലും കൂടുതൽ തെളിവ് ശേഖരണത്തിനുമൊക്കെയായി ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതും ഇപ്പോൾ തെളിവെടുപ്പിനായി പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളതും. അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം നമുക്കറിയാം, ഈ വീടിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു പിണറായി വിജയന്റെ ഈ കാണുന്ന ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രതികൾ ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി കൊച്ചിയിൽ നിന്നെത്തിയ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ചു തകർക്കുന്നത്. 4 വാഹനങ്ങളത്തെ ഇഡി ഉദ്യോഗസ്ഥരുടെ 3 വാഹനങ്ങളും പൂർണ്ണമായും ഈ CPM പ്രവർത്തകർ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ 26 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ പ്രവർത്തകരെ കൂടാതെ മുതിർന്ന നേതാക്കൾ കൂടി ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. മ്യൂസിയം പോലീസാണ് കേസ് ആദ്യം അന്വേഷിച്ചിട്ട്, എന്നാൽ ഇപ്പോൾ അത് കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രധാനമായും കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ CPM പ്രവർത്തകർ, ഇതിൽ പങ്കെടുത്ത CPM പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയുടെയോ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണോ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്നുള്ളതാണ്. അതിനാണ് കൂടുതൽ മൊഴിയെടുപ്പിലേക്കും കൂടുതൽ തെളിവെടുപ്പിലേക്കും കടന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ എത്ര CPM പ്രവർത്തകരെ കൂടാതെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതും ഈ SITയുടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇഡി ഉദ്യോഗസ്ഥരുടെ മൊഴി കൊച്ചിയിലെത്തി ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അവർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോട് ഈ ഇഡി ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ്. കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ആക്രമണത്തിനായി ഇവർ വന്നത് എന്നുമുള്ള മൊഴിയാണ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. പോലീസും ഇവർക്കെതിരെ ചാർത്തിയിട്ടുള്ളത് ഇഡി ഉദ്യോഗസ്ഥരെ കല്ലും ആയുധങ്ങളും ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ്, എന്ന വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും 26 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളതെങ്കിലും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് പോലീസ് നിലവിൽ FIR ഇട്ടിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്നിപ്പോൾ ഇവരെ കസ്റ്റഡി വിട്ടിട്ടുള്ളത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇവരുടെ കസ്റ്റഡി സമയം പോലീസിന് അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സമയത്തിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ, ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുവാനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. അമൽ, അജ്മൽ, അത്തരത്തിൽ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് നിലവിൽ പുരോഗമിക്കുന്നത്? അമൽ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് അന്വേഷണത്തിനായി എത്തുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ മുൻകൂട്ടി കണ്ട് ഇവിടെ അന്വേഷണത്തിനായി എത്തുന്ന ഇഡി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും ഒരു വീഴ്ച വന്നു എന്നാണ് കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും വിലയിരുത്തൽ ആ വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അഭിമാനം രക്ഷിക്കൽ എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ വേഗം തന്നെ ഈ പ്രതികളെ തിരിച്ചറിയുകയും അവരുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 26 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് എങ്കിലും അവർ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട CPM പ്രവർത്തകർ കൂടിയാണ്. അപ്പോൾ അവരുടെ അറസ്റ്റിലേക്ക് കടക്കുകയും അവരെ വളരെ വേഗം കസ്റ്റഡി വാങ്ങി കൂടുതൽ വിവരങ്ങൾ തേടി എത്രയും പെട്ടെന്ന് സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ വളരെ ഗൗരവമായാണ് കാണുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി ആക്രമിച്ച കേസിലാണ് പ്രതികളെ തെളിവെടുപ്പ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.